ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നേരെ വിഷയത്തിലേക്ക് കടന്നാലോ? ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഇസ്ലാമിക് ഹിസ്റ്ററി, അതായത് ഇസ്ലാമിക ചരിത്രം. അതിലെ 5ാമത്തെ ചാപ്റ്റർ 5, ദ ഖിലാഫത്ത് അഥവാ ഖിലാഫത്ത്. നമ്മൾ കവർ ചെയ്യുന്ന കാലഘട്ടം CE 632 മുതൽ 661 വരെയാണ്. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോ ആദ്യം തന്നെ ഒരു ചോദ്യം. എന്തിനായിരിക്കും ഈ ചാപ്റ്റർ പരീക്ഷയ്ക്ക് ഇത്രയധികം ഇമ്പോർട്ടന്റ്? എന്താ കാരണമെന്നറിയോ? പ്രവാചകന്റെ കാലം കഴിഞ്ഞിട്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്ന ആശയം ശരിക്കും രൂപപ്പെട്ടത്, അതിന്റെ അടിത്തറയൊക്കെ ഇട്ടത് ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പാണ് ഇതിലെ ഭരണാധികാരികളെക്കുറിച്ചും പ്രധാന യുദ്ധങ്ങളെക്കുറിച്ചും പിന്നെ അവരുടെയൊക്കെ ഭരണരീതികളെപ്പറ്റിയുമൊക്കെ ചോദ്യങ്ങൾ വരും, ഉറപ്പായിട്ടും വരും. ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആവുമെന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഒന്ന്, ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലാവും. 2, ആദ്യത്തെ 4 ഖലീഫമാർ ആരൊക്കെയാണ്, പരീക്ഷയ്ക്ക് അവരുടെ എന്ത് സംഭാവനകളാണ് ഓർത്തിരിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളുണ്ടല്ലോ, അതെന്തുണ്ടായി എങ്ങനെയുണ്ടായി എന്നൊക്കെ ഈസി ആയിട്ട് പറയാൻ പറ്റും. പിന്നെ അവരുടെ ഭരണരീതികളും സിമ്പിളായിട്ട് ഓർമ്മയിൽ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. ഇത് ഓർത്തുവെക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം അബൂബക്കർ, പിന്നെ ഉമർ, ഉസ്മാൻ, അലി. ഓരോരുത്തരെയായി നമ്മൾ നോക്കും. അവസാനം ഇവരുടെയെല്ലാം ഭരണരീതി ഒന്ന് റിവൈസ് ചെയ്യും. ശരി, നമുക്ക് ഏറ്റവും ബേസിക്കായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ചാപ്റ്ററിലെ ഏറ്റവും മുഖ്യമായ വാക്ക് അതാണ് ഖലീഫ. എന്താ ഈ വാക്കിന്റെ അർത്ഥം? സിമ്പിളാണ്, പ്രതിനിധി. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റെപ്രസെന്റേറ്റീവ്. അപ്പോൾ അടുത്ത ചോദ്യം, ആരുടെ പ്രതിനിധി? പ്രവാചകന്റെ പ്രതിനിധി. അതുകൊണ്ടാണ് ആദ്യത്തെ ഖലീഫയായ അബൂബക്കർ ഉപയോഗിച്ച പദവി ഖലീഫത്തുർ റസൂലുള്ളാ എന്നായത്. അതിന്റെ അർത്ഥം ദൈവദൂതന്റെ പ്രതിനിധി എന്ന് തന്നെയാണ്. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട വാക്ക് ബൈഅത്ത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു അനുസരണ പ്രതിജ്ഞയാണ്. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരാളെ ലീഡറായി തെരഞ്ഞെടുത്തു എന്ന് വെക്കുക. അപ്പോൾ ജനങ്ങളെല്ലാവരും ഓക്കെ, ഞങ്ങൾ ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നു, ഇദ്ദേഹത്തെ അനുസരിക്കും എന്ന് പറയുന്നൊരു ചടങ്ങില്ലേ, അതാണ് ബൈഅത്ത്. ഇതൊരു തരം കോൺട്രാക്ട് പോലെയാണ്. ഈ ഒരു പബ്ലിക് സത്യപ്രതിജ്ഞ കഴിഞ്ഞാലേ ആ ഭരണം ശരിക്കും ഒഫീഷ്യൽ ആവുകയുള്ളൂ. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഖലീഫയെ പരിചയപ്പെടാം. അബൂബക്കർ. പ്രവാചകന്റെ മരണശേഷം ശരിക്കും പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലായൊരു സിറ്റുവേഷനിലാണ് അദ്ദേഹം ഭരണം ഏറ്റെടുക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കിയേ, ഒരു നേതാവ് പെട്ടെന്നില്ലാതാവുന്നു. ആ ഒരു രാഷ്ട്രം മുഴുവൻ ചിതറിപ്പോകാൻ സാധ്യതയുള്ളൊരു സമയം. ആ സമയത്താണ് അദ്ദേഹം വരുന്നത്. അപ്പോ അദ്ദേഹം നേരിട്ട ആദ്യത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു എന്നറിയാമോ? അതാണ് റിദ്ദ യുദ്ധങ്ങൾ. എന്താണ് ഈ റിദ്ദ? സംഭവം ഇതാണ്. പ്രവാചകൻ മരിച്ച ഉടനെ ചില ഗോത്രങ്ങൾ പറഞ്ഞു, ഞങ്ങളിനി മദീനയുടെ ഭരണം അംഗീകരിക്കില്ല എന്ന്. ചിലർ സ്വയം പുതിയ പ്രവാചകന്മാരാണെന്ന് പറഞ്ഞു തുടങ്ങി. അങ്ങനെ ആ പുതിയ രാഷ്ട്രത്തിൽ നിന്ന് വിട്ടുപോകാൻ ഒരു ശ്രമം നടന്നു. ഈ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ അപ്പോസ്റ്റസി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാഷ്ട്രത്തിന്റെ ഐക്യം അത് തിരിച്ചുപിടിക്കാൻ വേണ്ടി നടത്തിയ യുദ്ധങ്ങളാണ് റിദ്ദ യുദ്ധങ്ങൾ. ക്ലിയർ അല്ലേ? ഇനി സ്ക്രീനിലേക്ക് നോക്കൂ. അദ്ദേഹത്തിന്റെ കാലത്തെ 2 പ്രധാന പ്രശ്നങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ സക്കാത്ത്, അതായത് നികുതി, അത് തരില്ലെന്ന് ചില ഗോത്രങ്ങൾ വാശിപ്പിടിച്ചു. പക്ഷേ അബൂബക്കർ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നതുകൊണ്ട് അവർക്കത് കൊടുക്കേണ്ടി വന്നു. ഇനി റൈറ്റ് സൈഡിൽ കാണുന്നത് യമാമ യുദ്ധമാണ്. മുസൈലിമ എന്ന ഒരു കള്ളപ്രവാചകനെതിരെ നടന്ന യുദ്ധം. ഈ റിദ്ദ യുദ്ധങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് യുദ്ധം ഇതായിരുന്നു. ഈ യമാമ യുദ്ധം കാരണം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സംഭവിച്ചു. അതാണ് ഖുർആനിന്റെ ക്രോഡീകരണം, അതായത് ഖുർആൻ ഒരു പുസ്തകമാക്കി മാറ്റാനുള്ള തീരുമാനം. എന്തിനായിരുന്നു അത്? കാരണം ആ യുദ്ധത്തിൽ ഖുർആൻ മുഴുവൻ മനപ്പാടമാക്കിയ ഒരുപാട് പേർ, അതായത് ഹഫിദുകൾ, അവർ മരണപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായും ഒരു പേടി വന്നു, ഈ ഗ്രന്ഥം നഷ്ടപ്പെട്ടു പോകുമോ എന്ന്. ആ സമയത്താണ് ഉമർ ഇങ്ങനെയൊരു ഐഡിയ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോ അബൂബക്കർ രാഷ്ട്രം ചിതറിപ്പോകാതെ കാത്തു. ഇനി നമുക്ക് അടുത്ത ഖലീഫയിലേക്ക് വരാം, ഉമർ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം പരീക്ഷയ്ക്ക് ഓർത്തിരിക്കാൻ സൂപ്പർ ഈസിയാണ്. വെറും രണ്ട് കാര്യങ്ങൾ. 1, സാമ്രാജ്യം ഒരുപാട് വലുതായി. 2, ഭയങ്കര സ്ട്രോങ് ആയൊരു ഭരണ സിസ്റ്റം ഉണ്ടാക്കി. ഇത്രയുള്ളൂ. ഈ ടൈം ലൈനിലേക്കൊന്ന് നോക്കിക്കേ. ഉമറിന്റെ കാലത്താണ് അന്നത്തെ 2 സൂപ്പർ പവറുകളെ, അതായത് റോമൻ സാമ്രാജ്യത്തെയും പേർഷ്യൻ സാമ്രാജ്യത്തെയും തോൽപ്പിക്കുന്നത്. കണ്ടോ, 636-ലെ യർമൂക്ക് യുദ്ധം സിറിയ പിടിച്ചെടുത്തു. 637-ലെ കാദസിയ യുദ്ധം പേർഷ്യൻ സാമ്രാജ്യം മുഴുവനായി കീഴടക്കി. പിന്നെ 642-ലെ ഈജിപ്തും. ഒരു ചെറിയ സ്റ്റേറ്റ്
ഒരു വലിയ എംപയറായി മാറിയത് ഉമറിന്റെ കാലത്താണ്. കൂടിയാലോചനകളില്ലാതെ ഒരു ഖിലാഫത്ത് സാധ്യമല്ല. ഉമറിന്റെ ഏറ്റവും ഫേമസ് ആയ ഒരു വാക്യമാണിത്. ഈ ഒറ്റ വാചകത്തിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ സ്വഭാവം. എല്ലാം ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നൊരു രീതിയല്ല, പകരം എല്ലാവരുമായി സംസാരിച്ച് കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുന്ന ഒരു ജനാധിപത്യ രീതി. അപ്പോ ഈ കൂടിയാലോചനകൾക്ക് വേണ്ടി അദ്ദേഹം ഒഫീഷ്യലായിട്ട് ഒരു കൗൺസിൽ തന്നെയുണ്ടാക്കി. അതിന്റെ പേരാണ് മജ്ലിസ് അൽ ഷൂറ. ഇതിനെ നമുക്ക് ഖലീഫയുടെ ഒരു അഡ്വൈസറി കൗൺസിൽ എന്ന് പറയാം. ഇന്നത്തെ കാലത്തെ ഒരു ക്യാബിനറ്റ് ഇല്ലേ, അതുപോലെ. രാജ്യത്തെ ഏതു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നതിനു മുൻപും ഈ കൗൺസിലുമായി ചർച്ച ചെയ്യും. അത്രയ്ക്കും ഡെമോക്രാറ്റിക് ആയിരുന്നു ആ സിസ്റ്റം. അടുത്തത് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗം, ഉമറിന്റെ റവന്യൂ സിസ്റ്റം, അതായത് വരുമാനമാർഗങ്ങൾ. നമുക്ക് ഓരോന്നായി നോക്കാം. ശ്രദ്ധിച്ചു കേൾക്കണേ. 1. സകാത്ത്. ഇത് മുസ്ലിങ്ങൾ നൽകുന്ന നികുതിയാണ്. 2. ജിസിയ. ഇത് പട്ടാളത്തിൽ ചേരാത്ത മറ്റു മതസ്ഥർക്ക് സംരക്ഷണം നൽകുന്നതിന് പകരമായി വാങ്ങുന്ന ഒരു ടാക്സ്. 3. ഖരാജ്. ഇത് ലാൻഡ് ടാക്സ് ആണ്, അതായത് ഭൂനികുതി. 4. ഗനീമ. ഇത് യുദ്ധത്തിൽ ജയിക്കുമ്പോൾ കിട്ടുന്ന സമ്പത്ത്. ഈ 4 പേരുകളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഉമറിന്റെ ആ ഒരു ശക്തമായ ഭരണത്തിന് ശേഷം മൂന്നാമത്തെ ഖലീഫ വരുന്നു, ഉസ്മാൻ. അദ്ദേഹത്തിന്റെ ഭരണകാലം ഒരു ട്വിസ്റ്റാണ്. തുടക്കത്തിലെല്ലാം സമാധാനപരമായിരുന്നു. സാമ്രാജ്യം ഇനിയും വലുതായി. പക്ഷേ ഭരണത്തിന്റെ അവസാനമായപ്പോഴേക്കും കാര്യങ്ങൾ മാറിമറിഞ്ഞു. അകത്തുനിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. എന്തൊക്കെയായിരുന്നു ആ പ്രശ്നങ്ങൾ? ഉസ്മാനെതിരെ പലതരം ആരോപണങ്ങൾ വന്നു. നമുക്ക് പ്രധാനപ്പെട്ടവ നോക്കാം. 1. സ്വജനപക്ഷപാതം, അതായത് സ്വന്തം ബന്ധുക്കളെ വലിയ പോസ്റ്റുകളിൽ നിയമിച്ചുവെന്ന്. 2. പൊതുഖജനാവിലെ പണം ദുരുപയോഗം ചെയ്തുവെന്നൊരു ആരോപണം. പിന്നെ ഖുറാന്റെ കോപ്പികൾ കത്തിച്ചുവെന്നൊരു ഇഷ്യൂ വന്നു. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു എന്നും വാദമുണ്ട്. എന്തായാലും ഈ ആരോപണങ്ങളെല്ലാമാണ് അവസാനം അദ്ദേഹത്തിനെതിരെയുള്ളൊരു വലിയ ഗൂഢാലോചനയ്ക്ക് കാരണമായത്. ഉസ്മാൻ വധിക്കപ്പെട്ടതിനു ശേഷം ആകെ കലുഷിതമായൊരു അന്തരീക്ഷം. ആ ഒരു സാഹചര്യത്തിലാണ് 4ാമത്തെ ഖലീഫയായ അലി അധികാരത്തിൽ വരുന്നത്. ഈയൊരു സമയത്താണ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ആഭ്യന്തര യുദ്ധം, അതായത് ഫസ്റ്റ് സിവിൽ വാർ പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ ആഭ്യന്തര യുദ്ധത്തിലെ 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നമുക്ക് നോക്കാം. ടേബിളിൽ ആദ്യം കാണുന്നത് ജമൽ യുദ്ധം, ബാറ്റിൽ ഓഫ് ദ ക്യാമൽ. പ്രവാചകന്റെ ഭാര്യ ആയിഷ ഒരു ഒട്ടകപ്പുറത്തിരുന്നാണ് യുദ്ധം നയിച്ചത്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഈ യുദ്ധത്തിൽ അലിയാണ് ജയിച്ചത്. 2ാമത്തേത് സിഫീൻ യുദ്ധം. ഇത് സിറിയയിലെ ഗവർണറായിരുന്ന മുആവിയയും അലിയും തമ്മിലായിരുന്നു. പക്ഷേ ഈ യുദ്ധത്തിന് ഒരു ക്ലിയർ വിന്നർ ഉണ്ടായില്ല. അപ്പോ ആ സിഫീൻ യുദ്ധത്തിൽ ശരിക്കും എന്താ സംഭവിച്ചത്? നമുക്ക് ഈ സ്റ്റെപ്പുകൾ നോക്കാം. സ്റ്റെപ്പ് 1, അലിയുടെ സൈന്യം ജയിക്കാറായി, ഓൾമോസ്റ്റ് ജയിച്ചു. അപ്പൊ സ്റ്റെപ്പ് 2, മുആവിയയുടെ സൈന്യം ഒരു സൂത്രം പ്രയോഗിച്ചു. അവരവരുടെ കുന്തത്തിന്റെ മുകളിൽ ഖുറാൻ കോപ്പികൾ വെച്ച് ഉയർത്തിക്കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് യുദ്ധം നിർത്താം, ഖുറാൻ അനുസരിച്ച് തീരുമാനിക്കാം. സ്റ്റെപ്പ് 3, ഇത് കണ്ടപ്പോൾ യുദ്ധം നിന്നു, ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ സ്റ്റെപ്പ് 4, അവസാനം ആ ചർച്ചയുടെ ഫലം വന്നപ്പോൾ അത് അലിയുടെ അധികാരത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നായിപ്പോയി. ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. ഈ ചർച്ചയെ തുടർന്ന് പുതിയൊരു ഗ്രൂപ്പുണ്ടായി. ആരാണവർ? അലിയുടെ സൈന്യത്തിൽ നിന്ന് തന്നെയുള്ള കുറച്ചുപേർ. അലി ചർച്ചയ്ക്ക് സമ്മതിച്ചതിൽ ദേഷ്യം വന്ന് അവർ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോയി. അവരെയാണ് ഖവാരിജുകൾ എന്ന് വിളിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം തന്നെ പുറത്തുപോയവർ എന്നാണ്. അവരുടെ മെയിൻ ഐഡിയ എന്തായിരുന്നു? തീരുമാനമെടുക്കേണ്ടത് ദൈവമാണ്, മനുഷ്യരല്ല. അതുകൊണ്ട് അവർ അലിയുടെയും ശത്രുവായി, മുആവിയയുടെയും ശത്രുവായി. ശരി, ഇത്രയും പഠിച്ചത് നമുക്കൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്താലോ, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം. ഈ ടേബിൾ നോക്കിക്കേ, ഓരോരുത്തരെക്കുറിച്ചും ഒറ്റ പോയിന്റ്, അത് മാത്രം ഓർത്താ മതി. അബൂബക്കർ റിദ്ദ യുദ്ധങ്ങൾ നടത്തി രാജ്യത്തെ ഒന്നിപ്പിച്ചു. ഉമർ സാമ്രാജ്യം വലുതാക്കി നല്ലൊരു ഭരണ സിസ്റ്റം കൊണ്ടുവന്നു. ഉസ്മാൻ സാമ്രാജ്യം ഏറ്റവും വലിപ്പത്തിലെത്തിയത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്, പക്ഷേ ആഭ്യന്തര പ്രശ്നങ്ങൾ തുടങ്ങി. അലി 1ാം ആഭ്യന്തര യുദ്ധത്തിന്റെ കാലം. സിമ്പിളല്ലേ? ഈ ഒറ്റ പോയിന്റ് മതി. ഓക്കെ, അവസാനമായി ഈ ചാപ്റ്ററിലെ കീവേഡ്സ്. ഇത് മറക്കരുത്. ഖലീഫ എന്തായിരുന്നു? പ്രതിനിധി. ബയ്യത്ത് അനുസരണ പ്രതിജ്ഞ. ഷൂറ ഉപദേശക സമിതി. ജിസിയ അതൊരു ടാക്സ് ആണല്ലേ, അമുസ്ലിങ്ങൾക്കുള്ള സംരക്ഷണത്തിന് പകരമായിട്ടുള്ളത്. അവസാനം ഖവാരിജുകൾ. ആരായിരുന്നു അവർ? ആ ചർച്ചയെ എതിർത്തു പുറത്തുപോയ ഗ്രൂപ്പ്. ഈ വാക്കുകൾ എന്തായാലും ഓർത്തിരിക്കണം. അപ്പോ ഈ ചാപ്റ്റർ അത്ര ബുദ്ധിമുട്ടുള്ള ഒന്നല്ല അല്ലേ? നിങ്ങൾക്കിത് ഈസിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യൂ, സമയം കിട്ടുമ്പോൾ ഈ ഒരു വിവരണം ഒന്നുകൂടി കേൾക്കുക. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളെടുത്ത് ഒന്ന് ചെയ്തു നോക്കുക. വരുന്ന ഒരാഴ്ച എല്ലാ ദിവസവും
വെറുതെ ഇതിലെ പേരുകളും വർഷങ്ങളും ഒന്ന് കണ്ണോടിച്ചു വിട്ടാൽ മതി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്.